സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു, ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി, കേസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസ് ഉണ്ടാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കസേര തെറിച്ചതിനു പിന്നാലെ അബിൻ വർക്കി പറഞ്ഞ വാക്കുകളാണിത്. അല്ലെങ്കിലും സമരം ചെയ്യലും ജയിലിൽ പോകലുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സ്വാഭാവിക കാര്യം. വിഷയത്തിലേക്ക് വന്നാൽ, സംഘടനാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ വെട്ടി 4ാം സ്ഥാനക്കാരനായ OJ ജനീഷ് എങ്ങനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി എന്നുള്ളതാണ്. സംസ്ഥാന കോൺഗ്രസിൽ തുടരുന്ന കടുത്ത ഗ്രൂപ്പിസവും സാമുദായിക സംഘടനകൾക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടിൽ ഇഴയുന്നതുമാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് താല്പര്യമെന്ന് അബിൻ അറിയിച്ചതിനു പിന്നാലെ തൽക്കാലം ഇവിടെ ആവശ്യമൊന്നുമില്ല, ഡൽഹിക്ക് തന്നെ വണ്ടി പൊക്കോട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത്. അതിന് സണ്ണി ജോസഫ് കൂട്ടുപിടിച്ചതാകട്ടെ KC വേണുഗോപാലിനെ. രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ സീറ്റ് BJPക്ക് സമ്മാനിച്ച് കേരളത്തിലേക്ക് ഓടിയ വേണുഗോപാലിനെ. എന്തായാലും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൽ അബിൻ വർക്കിക്ക് ഇനി സ്ഥാനമില്ലെന്ന് സാരം. എന്തായാലും പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലെന്ന് പറയും പോലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അവസാന 3 പ്രസിഡന്റുമാരുടെ കാര്യം. ഷാഫിയാണേൽ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കെട്ടാനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ പിരിച്ചിട്ട് ആ പൈസ അടിച്ചോണ്ടുപോയി. പിന്നീട് വന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണേൽ വയനാട് വീടുണ്ടാക്കാൻ കോടികൾ പിരിച്ചു. ഇപ്പോൾ വീടുമില്ല, കോടികളുമില്ല. പുതിയ പ്രസിഡന്റാണേൽ തൃശൂരിൽ സമ്മാന കൂപ്പൺ അടിച്ച് 18 ലക്ഷം രൂപ തട്ടിയെന്ന ആരോപണം നേരിടുന്നയാളാണ്. പിരിച്ചെടുത്ത തുകയ്ക്ക് കൃത്യമായ കണക്കില്ലാതായതോടെയാണ് ജനീഷിനെതിരെ പരാതികൾ ഉയർന്നത്. യൂത്ത് കോൺഗ്രസിനെ നന്നാക്കണമെന്ന മൂത്ത കോൺഗ്രസുകാർക്ക് യാതൊരു താല്പര്യവും ഇല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇവന്മാരുടെ അവസ്ഥ എന്താകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.